ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ എപ്പോഴും കൂടി നിന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ TV കണ്ടോണ്ടിരിക്കണത്. അല്ല, ബയ്യ ദീദിയൊക്കെ സ്കൂളിൽ പോയി അല്ല ബ്രോ? ബയ്യ ദീദിയൊക്കെ സ്കൂളിൽ പോയല്ലേ? ഞാനിങ്ങനെ ഇൻട്രോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുക്കണം. അപ്പൊ അത്രയും നേരം ഇരുന്നിട്ട് ഒരു അരമണിക്കൂറോളം എന്റെ അടുത്ത് ഇങ്ങനെ എന്നെ കെട്ടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് TV കണ്ടോണ്ടിരിക്കണേണ്. ഞാൻ ക്യാമറ ഓണാക്കാൻ പോണ കണ്ടപ്പോളേ നൈസായിട്ട് അവരെ എണീക്കാൻ തുടങ്ങി, പോവാൻ തുടങ്ങി. എന്താ എന്ത് ചെയ്യാൻ പോണു? എവിടെ പോണു? എവിടെ പോണു ബ്രോ? വേണ്ട, അങ്ങോട്ടും കൂടെ പോടിയിട്ട്. ആ കാറോടെ കാറ് കാണിച്ചെടുത്തേ, കാറ് കാണിച്ചെടുത്തേ. കാറ് കാറോടെ 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 ഓക്കെ ഗൈസ്, അപ്പൊ 2 ദിവസം നമ്മൾ ഒന്നും ചെയ്തില്ല. ഒരു ചെറിയൊരു മടി പോലെ. പിന്നെ വേറെ ഒന്ന് രണ്ട് ബിസിനസിന്റെ കാര്യത്തിലൊക്കെ തിരക്കിലുമായിരുന്നു. അതിന്റെ പുറകെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മഷു ചോദിച്ചു എന്റെ അടുത്ത്, ഇങ്ങനെ എന്തേ ബ്ലോ ഒന്നും ചെയ്യണില്ലേ? ക്യാമറ ഇല്ല, ചെയ്തിട്ടില്ല, ഒരു മടി പോലെ. അത് എന്തെങ്കിലും ചെയ്യും പറഞ്ഞിട്ട് ക്യാമറ എടുത്ത് കൊണ്ടുവന്ന് കയ്യിൽ തന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച ചെയ്യാന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഗൈസ് ഞാൻ ഇൻട്രോ എടുത്തത്. അപ്പൊ നമുക്ക് കിച്ചണിൽ ചെന്നിട്ട് ഇവരൊക്കെ എന്താ പരിപാടി നോക്കാം. എന്തൊക്കെയോ അവിടെ ചെയ്തോണ്ടിരിക്കണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കാം. എബ്രു നോക്കാണേ, വീയരുതേ. എബ്രുവിന്റെ അടുത്ത് എബ്രുവിനോട് തന്നെ പറയണം, എബ്രു നോക്കിക്കോളേ, വീയരുത്. വയലിടണ്ട, അത് വീലൊക്കെ വയലിടണ്ട. ഉച്ചിച്ചി വയലിടണ്ട. ഓക്കെ, നോക്കട്ടെ കിച്ചണിൽ എന്താ പരിപാടി. എന്താണ് പുകയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഹായ് ഗോയ്സ്. എന്നിട്ടാണ് നൈസായിട്ട് എന്റെ അടുത്ത് നേരത്തെ ഒന്ന് ചോദിച്ചത്. അതിന്റെ അകത്ത് പുളിപ്പുള്ള തൈര് ഇടണോ ചിക്കൻ കറിയിടുന്ന്? നൈസായിട്ട് പുളിപ്പുള്ള തൈര് ഇടണോ? അതാണ് നീ കേട്ടില്ലേ? അല്ല, അയ്യോ അതല്ല അവളെ വരെയൊക്കെ കേട്ടില്ല. എനിക്കിട്ട് അല്ല ബേബി, നിങ്ങൾ വ്ലോഗ് ചെയ്യണില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് സ്റ്റേ ഉള്ളതുകൊണ്ടൊന്നും അല്ല. എനിക്കൊരു കോമ്പറ്റീറ്റർ വേണം. കോമ്പറ്റീറ്റർ ഉണ്ടാകാൻ വേണ്ടിയാണല്ലേ? അതാണ് ഞാൻ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ സ്റ്റക്കായി പോയി. എനിക്കൊരു മൂട് വരൂല. ബേബി അവിടെ നിന്ന് എടുക്കുമ്പോ വ്ലോഗ് ചെയ്യണ്ടല്ലോ, ഞാൻ അതെ അടിപൊളിയാണ്. അതെ, ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ ഓരോ ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ഞാനും ബിസി. മൊത്തത്തിലൊരു ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മടി. അതെ ഇവിടെ എല്ലാം ഇതിനൊക്കെ വെച്ചിട്ടുണ്ട്. സോനു കമോൺ. സോനു കോൾഡ് അടിച്ചിട്ട് ഇന്നലെ മഷി ഫുള്ള് തുമ്മിക്കൂട. അപ്പൊ 2 ദിവസമായില്ല ഞാൻ വയ്യാതെ. ചിക്കൻ കറിയിൽ വേണ്ടല്ലേ അങ്ങോട്ട്. ക്യാമറന്റെ ലെൻസിലൊക്കെ അലർജിയുടെ ഇതാണെന്ന് പറഞ്ഞിട്ട് അവളിരുന്നേ ഫസ്റ്റ്. പിന്നെയാണ് മനസ്സിലായത് കോൾഡ് വരാനുള്ള തുമ്മലും ജലദോഷവും അതൊക്കെ. ഇന്ന് രാവിലെ തൊട്ട് എനിക്കൊരു തലവേദന, കോൾഡ്, തുമ്മല്. തുമ്മി ഇപ്പൊ കോൾഡ് ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ ചൊബയായിക്കോളൂ. എന്റെ കണ്ണൊക്കെ എന്തോ പോലെ ഇരിപ്പുണ്ട, കോൾഡ് പിടിച്ച പോലെ. അങ്ങനെ ഇപ്പൊ തുമ്മിക്കൊണ്ടിരിക്കണേ. ഇനിയിപ്പോ ഫസ്റ്റ് ഡേ എന്തായാലും തുമ്മലായിരിക്കും. നാളെ ആയിരിക്കും കറക്റ്റ് കോൾഡ് ആവണം. എനിക്കിങ്ങനെ വന്നത് ഞാൻ പറഞ്ഞു, എനിക്ക് വന്ന നിനക്ക് പറയണം. അതല്ലേ നമ്മുടെ ബോണ്ടിങ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അപ്പൊ എനിക്കെങ്ങനെ വരുമെന്നാണ് എന്റെ ടെൻഷൻ. കഴിഞ്ഞ പ്രാവശ്യം പശുവിന് വന്നപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു, എനിക്ക് വന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കാൻ ചെയ്തത് നിനക്ക് വരാത്തതുകൊണ്ടാണല്ലോ എന്നോട്. പിന്നെ എനിക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടുതലുള്ളതുകൊണ്ടിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെയല്ല. ഈ പ്രാവശ്യം വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം എനിക്ക് വന്നല്ലോ. പക്ഷെ എനിക്ക് വരേണ്ട ടൈം കഴിഞ്ഞു, പക്ഷെ വന്നില്ല. എന്തോ എനിക്കെങ്ങനെ വന്നു. പക്ഷെ ഇമ്മ്യൂണിറ്റി ഒക്കെ പോയപ്പോ ഇമ്മ്യൂണിറ്റി ഒക്കെ പോയി. അത് ഞാൻ മറ്റേ തുളസി ഹടിയൊക്കെ എടുത്ത് കുടിച്ചിപ്പോ കുടിച്ചിട്ട് നമ്മള് മറ്റേ വട്ടവടയിൽ പിടിച്ച തുളസി ഹടി. ഞാനും കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ. ഇതുണ്ട്. ഇത് മൂന്നാറ് വട്ടവട പോയപ്പോഴത്തേക്കും വാങ്ങിച്ചാണ്. അത്രയും 290 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി. കൊള്ളാം. അതിനകത്ത് തുളസിയുടെ ടേസ്റ്റ് ഉണ്ട്.
അത് തുളസിയുടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുളസിയുടെ ഫാം ഉണ്ടല്ലോ, തുളസി വളർത്തുന്ന ആ ഒരു ഏരിയയിൽ ഇവര് കൊണ്ട് കൂട് വെച്ചിട്ട് അവിടെ അവര് എന്താ പറയാ ചെയ്തെടുക്കുന്ന സംഭവമാണ്. അങ്ങനെയാണ്. അല്ല തുളസി ഉണ്ടാവോ ഇട്ടിട്ടുണ്ടാവും ഒറിജിനലായിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞേ പിഴിഞ്ഞിട്ടിട്ടുണ്ടാവും. അല്ല ഡൂപ്പ് അങ്ങനെ അടിക്കും, ഡൂപ്പ് പിഴിഞ്ഞ ജസ്റ്റ് ഫ്ലേവർ ആഡ് ചെയ്യും. ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞ് തന്നിട്ടാണ്, അറിയില്ല ഒറിജിനലാണോ എന്താണെന്നുള്ളത്. അപ്പൊ അന്ന് നമ്മള് ഇതും വാങ്ങിച്ച്, അതായത് ഒരു വൈൽഡ് ഹണി കാട്ടുതേനും വാങ്ങിച്ചു. ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എത്ര 1000 സംതിങ് 899. 1000-ന് വേറെ അത് ഭയങ്കര കുഞ്ഞ്, അത് ചെറുതേനാ എന്തോ സംഭവമാണ്. അതാണ് നല്ലത്, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലത്. ഇത്ര ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞാണ് നമ്മൾ വാങ്ങിച്ചേക്കണം. അറിയില്ല ഒറിജിനലായിരിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുന്നു. സംസാരിക്കും ചട്ടി കൊണ്ടായിരുന്നു ആണോ? ഞാൻ ഇത് വിട്ട് ആ സംസാരത്തിൽ പിന്നെ പൊള്ളാൻ തുടങ്ങി കുറച്ച്. അപ്പൊ ഞാൻ നെയ്യ് കുറച്ച് നെയ്യ് തേച്ചു. നന്നായി. പറഞ്ഞത് കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി കുക്കറിൽ നിന്ന് മാറ്റി ചട്ടിയിലാക്കി, അത്രേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ഉള്ളുവൊക്കെ ഇട്ട ഇല്ലല്ലോ? അത് നിസ്കരിക്കാൻ നടത്തില്ല ഒന്നുകൂടെ. നിങ്ങൾ ഒന്നുമൊക്കെ എടുത്താന്ന് ഞാൻ നിസ്കരിക്കാൻ നടത്തുന്നു. ആദ്യം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവ ഇട്ട്, കടലീസ്, ചെറിയ ഉള്ളിയൊക്കെ നിങ്ങൾ എടുത്തിട്ടേ ഇല്ല. ചെറിയ ഉള്ളി നിങ്ങൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മറ്റേന്റെ കൂടെ? അരച്ചിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് ആ ടേസ്റ്റ് കിട്ടില്ല. നിങ്ങൾ മിക്സില് വെരി ടെക്നോളജിക്കൽ വൈസ് തന്നെയാ ചെയ്തത്. ഞാനൊക്കെ ആ കറിഞ്ഞിട്ട് ചതച്ചിട്ടാ ചെയ്തത്. ഭാഗ്യം വായിലിട്ട് ചവച്ചിട്ട് തുപ്പാഞ്ഞത് ടെക്നോളജിക്കലി ബേസിൽ ചെയ്യാണ്ടിരിക്കാൻ. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചതച്ച് ചെയ്യുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് വന്നത്. കുത്തി 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 നല്ല ഫ്ലേവർ ആയി. എന്റെ ചിക്കൻ കറി ട്രൈ ചെയ്തിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നുണ്ട്, അടിപൊളി ചിക്കൻ കറിയാണ്. അല്ല ഐ മീൻ വീഡിയോ വ്ളോഗ് കണ്ടിട്ട് അവരുണ്ടാക്കിയിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പലരും മെസ്സേജ്. സാധാരണ അത് പതുക്കെ സമ്മതിക്കുള്ളൂ. വീട്ടിലെല്ലാവരും ചെറിയ രീതിയിൽ ഡയറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റൈസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ പച്ച റൈസ് ആക്കി പച്ച റൈസ് ആക്കി കഴിക്കുന്ന റൈസ് ഏതാന്ന് കാണിച്ചു. അതെ, നോർമൽ നമ്മ മറ്റേ ബോൾ റൈസ് കഴിക്കുമ്പോ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് ചാടി പെട്ടെന്ന് ഫാറ്റ് കയറും. ഇത് മഷൂര് എബ്രൂന് മാത്രം. ഞങ്ങളെല്ലാരും വൈറ്റ് റൈസ് ആക്കി. നോർമൽ ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൈസ് കഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വയറാണ്. ഞാനൊക്കെ പെട്ടെന്ന് തടി ബ്ലോട്ടഡ്, വയറൊക്കെ വലുതാവും. ബേബിക്ക് ഈ റൈസ് ഇങ്ങനെ അടുത്തോട്ട് പോയാൽ അപ്പൊ തന്നെ ഞാൻ തടി വന്നു. എന്നിട്ട് ഞങ്ങളിത് വൈറ്റ് റൈസ് പൊന്നി റൈസ് ആക്കി ഇതണ്ടില്ലേ. ഇതാകുമ്പോഴത്തേക്കും ഫാറ്റ് കുറവായിരിക്കും. നമ്മൾ അങ്ങനെ തടിയൊന്നും അങ്ങനെ വെക്കില്ല, നമുക്ക് ആ ഒരു വിശപ്പിന് വേണ്ടി തിന്നുക, അത്ര തന്നെ. ടൊമാറ്റോ ഞാൻ ടൊമാറ്റോ കൂടുതൽ എടുക്കും എല്ലാ കറിക്ക്. ഞാൻ ഇതെല്ലാ ബൗൾ പറയാനുള്ളതാ. അതെ, എന്താ വെച്ചാൽ നമുക്ക് ടൊമാറ്റോ ഫാം ഉള്ളത് കൊണ്ടിട്ട് ടൊമാറ്റോ വിള ഇത്തിരി കൂടുതൽ എടുക്കും. എന്റെ പൊന്നോ, ബിക്കോസ് നല്ല ടേസ്റ്റ് ടൊമാറ്റോ കൂടുതലായിട്ട് നല്ല ടേസ്റ്റ് കറിക്ക്. എന്റെ മമ്മാണ് അത് പറഞ്ഞിട്ടാണ്. യൂഷ്വലി പിള്ളേര് വീട്ടിൽ ഉണ്ടാകുന്ന രസം ഒരു വൈബ് ഉണ്ടാവും. അവര് സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമ്മൾ 3 പേര് എപ്പോഴും എവിടെ വേൾഡിൽ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ 3 പേരാ. അങ്ങനെ ആകുമ്പോ നമ്മള് മൂലയ്ക്ക് ഇരിക്കും. നമ്മൾ ബ്ലോഗ് എടുക്കൂല. നമ്മൾ പിന്നെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മൂലയ്ക്ക് ഇരിക്കും, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആയി 2 days. ലൈക്ക് ബേബി അങ്ങനെ ഇരിക്കണം, എന്തെങ്കിലും ബ്ലോഗ് എടുക്ക്. എന്തെടുക്കാനാ? നിങ്ങൾ ക്യാമറ ഓൺ ആക്കും. പിന്നെ നിങ്ങൾ എടുത്തോളൂ, എനിക്കറിയാം ക്യാമറ ഓൺ ആക്കുന്നത്. അതെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എന്റെ വ്ളോഗാണ് കിട്ടില്ല വ്ളോഗ് എന്ന് അറിയാം. അത് എന്താ പറയാ, പതുക്കെ ആണെങ്കിലും വായന വരുന്നുണ്ട്. എന്റെ വ്ളോഗ് വേറെ അയ്യോ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഗൈസ്, ഒന്നും പറയണ്ട. പിന്നെ പറ വേറെ വിശേഷങ്ങളൊക്കെ. നമ്മളന്ന് മലേഷ്യ പോയി വന്നിട്ട് ഒരു മൂവിക്ക് പോയി അല്ലേ? അത് മാത്രമല്ല പിന്നെ അന്ന് വ്ളോഗ് ചെയ്തു. അത് തന്നെ. പിന്നെ ഫാമിലി ആയിട്ട് പിന്നെ പുറത്തൊന്നും പോയിട്ടില്ല. നൈറ്റ് ഒരു എന്താണ് ദേവര ഉണ്ട്.
ഇതിനകത്ത് ക്ലൈമാക്സ് കൊണ്ടാ നശിപ്പിച്ച് അല്ലേ? അതുപോലെ അടിപൊളിയാണ്. ഉച്ചക്കുള്ള സബ്ജി ക്യാരറ്റ് എന്താണ് സദ്യ? ഹിന്ദിയിലാ പറയുന്നത് പൊടിക്കറി. മലയാളത്തിൽ ഞങ്ങൾ ക്യാബേജ് ചിക്കി എന്ന് പറയും. ക്യാബേജും ക്യാരറ്റുമായിട്ട് ചിക്കി എന്ന് പറയും. ഉലത്ത് എന്ന് പറയും. ചിക്കി എന്ന് പറയും. ചിക്കിയത് പറയും. പിച്ച് ഉലത്ത് ഉലത്ത് ക്യാബേജും ക്യാരറ്റും. പിന്നെ രാവിലത്തെ പരിപ്പറി ഉണ്ട്. പരിപ്പ് പറപ്പല്ലേ രാവിലത്തെ പരിപ്പ്. ചപ്പാത്തി ബോയിൽഡ് എഗ് ആയിരുന്നു. ചപ്പാത്തി ബോയിൽഡ് എഗും ആ കറിയായിരുന്നു ഇന്ന്. ഫ്രൂട്ട്സ് ആയിട്ട് പപ്പായാണ് കഴിച്ചത്. നമ്മുടെ കൂടെ ഡയറ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്കാണ് ഞാൻ ഇത് വിശദീകരിച്ചുകൊണ്ടിരിക്കണത്. നീർക്കും അങ്ങനെ റൂട്ടീൻ തുടങ്ങാം. ബേബി ഒരെണ്ണം കഴിച്ചിട്ടുള്ളൂ. ഞാനൊന്നും കഴിച്ചുള്ളൂ. കാരണം ചപ്പാത്തിയുടെ എണ്ണം കൂട്ടിയിട്ട് പിന്നെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഒന്നും കഴിച്ചോളൂ. എഗ് ബൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചു. ചോറിന് ഞാൻ ഒരു ഇത്തിരി കഴിച്ചു. ഞാൻ റൈസ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. സിൻസ് 2 days you eating that rice. അതിന്റെ പോലെ കറിക്ക് ഉണ്ടാവുള്ളൂ. കറിക്ക് ചപ്പച്ച ഉണ്ടാവും. റൈസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ അവിടെ എന്റെ ഏറ്റവും മോൻ എന്ത് ചെയ്യണ്ടെന്ന് നോക്കട്ടെ. നിരത്തിലേക്ക് ആരും ഇല്ലാത്ത ഗ്യാപ്പ് നോക്കിയിട്ട് പതുക്കെ ഓരോന്നൊക്കെ എടുത്തെടുത്ത് ഞാനൊക്കെ കുറെ നേരം സൈലന്റ് ഇവര് അടക്കില്ലല്ലോ എന്നാലോചിക്കുന്നത്. ഒരനക്കമില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയിലായിരിക്കും. ടോയ്സ് കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് അല്ലേ ബ്രോ? അതാണ് കമ്പനിക്ക്. അത് തന്നെ അങ്ങനെ തന്നെ കറക്റ്റ് ആയിരുന്നു. നീ ചെയ്ത് കറക്റ്റ് ആയിരുന്നു. ചെയ്ത് കറക്റ്റ് ആയിരുന്നു. പോയി ഒരു ഗ്ലാസ് എടുത്തിട്ട് പോയി. ഞാൻ ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ അകത്തുള്ള ബിയണ്ട അങ്ങനെയൊക്കെ കയറിയിട്ട് ബിയണ്ട. നോക്ക് വീണ സോനു അതിന്റെ ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുക്കണ്ട ഇവിടെ നിന്നിട്ട്. ഇവിടെ എന്താടി കള്ളലക്ഷണം? നിങ്ങൾ പറഞ്ഞിട്ടൊന്ന് പറയണ്ട. അതല്ല ഞാൻ കാണിക്കണ എല്ലാം കോപ്പി അടിച്ച് കഴിച്ചു. എല്ലാം കോപ്പി അടിച്ച്. എന്റെ പണ്ടൊട്ട വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ എല്ലാം കോപ്പി അടിച്ച്. സകലതും കോപ്പി അടിച്ച്. ആകെ ഒരു ദിവസം വെച്ചിട്ടുള്ളൂ ചിക്കൻ കറി. അതിന്റെ ഷോ ആണ്. തെറിച്ചോ? തെറിച്ച്. ഞാൻ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇട്ടു. ആൻഡ് മസാല ലുക്സ് യമ്മി. കണ്ടില്ലേ? ബേബിയുടെ മസാല വേറെ ടൈപ്പ് ആയിരുന്നില്ല. എൻ്റെ വേറെ വേറെ ടൈപ്പ് ചെയ്യാന്ന് വെച്ചു. ഓക്കെ. ഇനി ഞാൻ പൗഡേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിന്ന് മീറ്റ് മസാലയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ചിക്കൻ മസാല ഇട്ടുള്ള ഒരു വെറൈറ്റിക്ക് വേണ്ടി. എൻ്റെ അമ്മ ചില ടൈമിൽ മീറ്റ് മസാല ഇട്ടിട്ട് ചിക്കൻ കറി വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഐ തോട്ട് ഇന്ന് അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഉണ്ട് വാഷ് ചെയ്ത് വെച്ചത്. നമുക്കിനി അതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ പച്ചമുളക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ഒരു 2 എണ്ണം ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ എരിവ് കൂടിയാൽ സോറിയുടെ കൂടുതൽ. സോറിൻ്റെ എരിവ് ഇഷ്ടമല്ല ആക്ച്വലി. അപ്പോൾ ചിക്കൻ കണ്ടില്ലേ കറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. ബേബി കുറച്ച് തിരക്കാണ്. അങ്ങോട്ട് പോയി അപ്പുറത്തെ വീട്ടിലോട്ട് പോയി എഡിറ്റിംഗ് കറക്ഷൻസ് ഉണ്ട്. അത് ചെയ്യാം. സോ നമുക്ക് ചിക്കൻ അതിലോട്ട് തട്ടാം.
കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. നമ്മുടെ എബു ഇല്ലേ എന്ത് ചെയ്യുന്ന അറിയോ? ഗേറ്റ് ഓർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ലോക്ക്ഡ് ആണ്. അവന് ഗോന്ന് പുറത്തു പോവാന്ന്. അവനെ യൂഷ്വലി ഞാൻ 5:30 ആ ഒരു ടൈമിലാണ് കൊണ്ടുപോണേ. അവനെ കണ്ടിട്ട് ഓടിയെന്ന് തോന്നുന്നത്. അപ്പൊ സുനു ക്ലാസ് വിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ലഞ്ച് കഴിച്ചില്ലെന്നല്ലേ നിങ്ങൾ വിചാരിക്കണം. നമ്മൾ ലേറ്റ് ആണ്. എപ്പോ കണ്ടില്ല അവിടെ ടോയ്സ് ഒക്കെ വലിച്ചു വരിട്ടേക്കണേ. വരൂ സുനു, പറയൂ വിശേഷങ്ങൾ. നമ്മൾ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞിട്ടാ ഫുഡ് കഴിക്കണേ. എന്ത് വിശേഷം? ഇപ്പൊ ജസ്റ്റ് എത്തിയുള്ളൂ സുനു. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു ബാ വിശേഷം പറ. സുനു ഇന്ന് നടന്നിട്ടാ വന്നേ അല്ലേ? ഫോർ എ ചേഞ്ച്. ഗോ പാട് ലാ 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 ലാ. ഗോ എങ്ങോട്ട് ഗോ? അവന് പുറത്ത് പോണം ഗേറ്റ് തുറന്നിട്ട്. ഗോ ഗോ ഗോ. ഗേറ്റ് തുറക്കാൻ. എങ്ങോട്ട് കുഞ്ഞി? നോ ബേബി. നോ കുഞ്ഞ്. നോ ഡാഡ അമ്പടിക്കും. ഉള്ളി കളിച്ചോ, പിന്നെ പോവാം നമുക്ക് പുറത്ത്. വാ. നാളെ ചിൽഡ്രൻസ് ഡേ. കളർ ഡ്രസ് അല്ലേ? ഇല്ലെങ്കിൽ ഇവരുടെ സ്കൂളിൽ കളർ ഡ്രസ് ഒന്നും ഇടാറില്ല. എന്റെ സ്കൂളിലാണെങ്കിൽ വെൻസ്ഡേ ആൻഡ് സാറ്റർഡേ കളർ ഡ്രസ് ആയിരുന്നു. നല്ല രസമാണ്. ഇവർക്ക് ഫുൾ ടൈം പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ ഏത് ഡ്രസ് ഇടണോ. രസം. നാളെ അപ്പൊ സെലിബ്രേഷൻസ് കളർ ഡ്രസ്സാണ്. നാളെ അപ്പൊ ഇടുന്നതൊക്കെ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടല്ലേ? എക്സൈറ്റഡ് ആണോ? ഇപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു തോന്നണം അല്ലെ? അത്ര ഇന്ന് ഹാഫ് ഡേ ഉണ്ടായിരുന്നു. ഇങ്ങനെ രാവിലെ മുതല് 12 o'clock വരെ ഉണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് നേരെ ടീച്ചേഴ്സിന് ഡാൻസ് ഉണ്ടാവും. കുറെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് പ്രാക്ടീസിലായിരിക്കും ഡാൻസിന്റെ. അതുകൊണ്ട് പലവരും പല ക്ലാസ്സിലും പോകില്ല. അവരുടെ ആ പീരീഡിലെ ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് 8Dയിൽ അധികം പോയില്ല എന്നാണ്. കുറച്ചു പേരൊക്കെ ക്ലാസ് നോക്കാനൊക്കെ പോയി. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സുകാര് കൊറേ ക്ലാസ്സുകളിലൊക്കെ പോയി മൈൻഡ് ചെയ്തു. ബ്ലിങ്ക് അടിക്കുന്നു റൂം. ഇപ്പുറത്തിരിക്കുക. കൊറേ ക്ലാസ്സിൽ പോയിട്ട് മൈൻഡ് ഒക്കെ ചെയ്യണായിരുന്നു. ക്ലാസ് നോക്കണായിരുന്നു. സോ യു വെയർ മോണിറ്ററിങ് അതർ ക്ലാസ്സസ് അല്ലെ? സ്മോൾ ക്ലാസ്സസ് മോണിറ്റർ ചെയ്യാൻ വിട്ടല്ലേ അവർ? ഷോ കാണിച്ച അവിടെ പോയി? അവിടെ പോയി ഷോ കാണിച്ചാ മിണ്ടാതിരിക്കണം. നല്ല പേര് എഴുതും. ഒട്ടും ഞാൻ ജസ്റ്റ് ഒന്നും ചെറിയ പിള്ളേരല്ലേ ഭയങ്കരമായിട്ട് ഇതാക്കും. നമ്മൾ പോയിട്ടുണ്ട്. തേർഡ് അങ്ങനെയൊക്കെ. ഫസ്റ്റ് നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണ്ട മക്കളെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ പിള്ളേരറിയാലോ. പിന്നെ നമ്മൾ ഷൗട്ടാക്കാൻ സ്റ്റാർട്ടാക്കും. നിഹാല 2Dയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു രണ്ടുപേരും ഒരേ ക്ലാസ്സിലോട്ടായിരിക്കും പോണേന്ന്. ബിക്കോസ് ഇവർ എവിടെ പോയാലും ഒരുമിച്ചാണ്. ഒരേ ക്ലാസ്സാണ്. എല്ലാം ഒരേ ക്ലാസ് ആയിരുന്നു. ആ സമയത്ത് നിഹാൽ എന്തോ ഏതോ ടീച്ചറെ നോക്കാൻ പോയപ്പോ ആ സമയത്ത് ഒരു ടീച്ചർ 2Dയിലേക്ക് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഒരുമിച്ചിരുന്ന അവർ ക്ലാസ് മോണിറ്റർ ചെയ്യൂല. അവർ തന്നെ മോണിറ്റർ ചെയ്തോണ്ടിരിക്കും. സംസാരം ചിരി ഇത് തന്നെ. ഇല്ല പക്ഷെ കുറച്ചേരം കണ്ട് അപ്പൊ തന്നെ വന്നു. സൈബുവിന്റെ ക്ലാസ്സിൽ പോയി നിഹാല. സുനു അവളുടെയും നിഹാലയുടെ സ്റ്റോറീസ് എപ്പോഴും എന്റെ അടുത്ത് വന്ന് പറയുവേ. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ടിനെ ഓർമ്മ വരും. സ്കൂൾ ഫ്രണ്ട് ധൃതി വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് പറയൂ. ഷീ ഈസ് സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് മീ. അപ്പോ ഞാനോളങ്ങനെ ഫുൾ ടൈം ചിരിയും കളിയും ഇത് തന്നെ പണി നമുക്ക്. സെയിം ഇവർ ആ ഒരു കോപ്പി പോലെ എനിക്ക് തോന്നും. മൊത്തത്തിൽ ഒരു റെപ്ലിക്കാണ് നമ്മുടെ. അത് തന്നെ പണി. ഇപ്പൊ അതെന്തിനായിട്ടാണ് അറിയോ? ഗേറ്റ് തുറന്ന് പോവാൻ. ആരാ മോൻ? നിങ്ങളിലൊക്കെ ബാക്കിയല്ലേ? എല്ലാം ഉടായി ബുദ്ധിണ്ട്. ഡയാന കാണാൻ വേണ്ടി മമ്മ എന്ന് ചോദിക്കണത് ഇവിടെ. സുനുവിന് സ്ക്രീൻ കണ്ടോണ്ട് ഫുഡ് കഴിക്കണ ഇഷ്ടം. എന്തെങ്കിലും അവളുടെ ഡ്രാമ സീരീസ് അങ്ങനെയൊക്കെ. ഇവന് സെയിം സ്വഭാവം. അവന്റെ ഫേവറേറ്റ് എന്തെങ്കിലും കാർട്ടൂൺസ് കണ്ടോണ്ട് ടി വി ഇവൻ കഴിക്കാൻ പോണത് ഭയങ്കര മടിയാണ്. ഇവനറിയാം ഫുഡ് കഴിക്കുമ്പോ നമ്മള് TV കാണും. സ്ക്രീൻ കൊടുക്കാറുള്ളൂ. അപ്പൊ കാണും. അപ്പൊ ഇവൻ കഴിക്കാൻ വേണ്ടിയല്ല, മീൻസ് കഴിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയല്ല കഴിക്കണേ. TV കാണാനുള്ള ഒരു ഇതില് മഷ്മിയുടെ പോയിട്ട് മഷ്മിയുടെ ഒരു ദിവസം എന്താന്ന് പറഞ്ഞേ പറഞ്ഞു. അപ്പൊ മഷ്മി പറഞ്ഞു ആ തരാട്ടെ അവർ എടുക്കണായിരുന്നു. അപ്പൊ തന്നെ ഡയാനെന്നാ ഞാനാ പറയണ. പുറത്ത് പോണോ? സമ്മതിക്കില്ല. ഫുഡ് കഴിക്ക്. ഞാന് ചിക്കൻ കറി അടിപൊളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചോ. നല്ല എരിവുണ്ടാവട്ടാ. നോക്കി കഴിക്ക്. ഓടരുത് അങ്ങനെ.
ഇതിപ്പോ എന്റെ വ്ളോഗാ ബേബിയുടെ വ്ളോഗാന്ന് കൺഫ്യൂഷൻ. എങ്ങോട്ടാ പോണേ? നമുക്ക് മമ്മം കഴിക്കണ്ടേ? ഈ ടൈമില് എപ്പോ വരാറില്ലല്ലോ ഇങ്ങോട്ട്. ചൂടുണ്ടാവും കുഞ്ഞെ. എങ്ങോട്ടാ? നമുക്ക് മമ്മം കഴിക്കണ്ടേ? മമ്മം കഴിക്കണ്ടേ? മമ്മം കഴിക്കണ്ടേ? ഞാൻ നിന്നെയാണോ കൊണ്ടുപോണേ? നീ എന്നെയാണോ കൊണ്ടുപോണേ? നമുക്ക് ഉള്ളിൽ പോവാ കുഞ്ഞെ. സണ്ണ് കണ്ട? സൺ എവിടെ കുഞ്ഞി? വെരി സൺ. സൺ എവിടെ? ആന്റിന്റെ വീട്ടിലോട്ടാണ്. നോക്കി നേരത്തെ വന്ന് ഇവൻ ഫുഡ് പോലും കഴിക്കാതെ വന്നാണ് ഇങ്ങോട്ട്. ആന്റി ഭാഗ്യത്തിന് പുറത്തുണ്ട്. ഗോ 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 എന്ന് പറഞ്ഞിട്ട് 3:30 വന്ന് നിപ്പുണ്ട്. എങ്ങോട്ടാ ഓടണേ? എങ്ങോട്ടാ ഓടണേ? ഫുഡൊക്കെ കഴിക്കണ്ടേ നമുക്ക്? ആന്റിയുടെ വീടാണ് അവിടെ. അവിടെ ടോയ്സ് എല്ലാം ഉണ്ടാവണ്ടേ. എന്താണ് ടോയ്സ്? കല്ല്, അത് ബക്കറ്റ്, അതൊക്കെയാണ് ആന്റിയുടെ വീട്ടിലാണ് ടോയ്സ്. അല്ല കുഞ്ഞ്? അല്ല കുഞ്ഞ്? ഫ്ലവേഴ്സ് കണ്ട ആന്റിയുടെ വീട്ടിലുള്ള? ആന്റി ചെടിപ്രേമിയാണ്. ചെടിപ്രേമി അല്ലേ? ഭയങ്കര ഇഷ്ടമാണ് ആന്റി. ആന്റി അത് സ്നാക്സ് കഴിച്ചോണ്ടിരിക്കണല്ലോ. അമ്മയാണോ? ഇത് വ്ളോഗാണ്, ഫോണല്ല, വീഡിയോ. ആന്റി പറക്കിട്ടുണ്ട് കേട്ടാ. ഒരു സ്റ്റോൺ കയ്യിലെടുത്ത് പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. 2 ദിവസം സോനിന് പിടിച്ച്. ഇന്നലെ ഉറങ്ങി. സോനിന് വന്ന്. ഇന്ന് സോന് വയ്യാതെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് പോവാ കുഞ്ഞെ. ഫുഡ് കഴിക്കാ. നമ്മ ചോരേ കഴിച്ചിട്ടില്ല. നമ്മൾ ലേറ്റ് അല്ലേ ചോറ് കഴിക്കണേ. ഇത് ക്യാമറ. ഒന്നും എടുക്കല്ലേ? എനിക്കൊന്നും എടുക്കല്ലേ? വേണ്ട ആന്റി, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ പോയി ഫുഡ് കഴിക്കാം. ഞാൻ ആലോചിക്കണായിരുന്നു ഇവിടെ തള്ളേപ്പുള്ളൊക്കെ എങ്ങോട്ട് പോയെന്ന് ആലോചിക്കണായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി വന്ന ബാക്കിലെ വീട് വരെ അങ്ങോട്ട് പോകും. എന്റെ ലൈഫിൽ ആകെ പോയിട്ടുള്ള പറഞ്ഞ വീടാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവരവിടെ ഉണ്ടായിരുന്നു. എല്ലാരും കൂട്ടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പരിപ്പുവട. അതെ, ഡയറ്റിംഗ് ആണെങ്കിലും വിശക്കുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കട്ടെ. മഷുവിന്റെ എന്റെ കോപ്പി ചെയ്ത ചിക്കൻ കറി എങ്ങനെയുണ്ട് നോക്കട്ടെ. സുനു കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സുനു കഴിക്കലും കഴിഞ്ഞു. സുനു ഷോളർ. സുനു കഷ്ടപ്പെട്ട് ഷോൾ ഇട്ടിരിക്കണ. കഴിഞ്ഞ ഇനി പറ സുനു എങ്ങനെയുണ്ടായിരുന്നു? സുനു കഴിച്ചിട്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ച. എന്താ ഒന്നും കൂടെ ടേസ്റ്റ് ആണോന്നും ഉദ്ദേശിച്ച. ഞാനുണ്ടാക്കിയ ടേസ്റ്റ് മഷു ഉണ്ടാക്കിയത്. മാർക്കായിരിക്കും കൂടുതൽ കൊടുക്കുക. എന്നാലും പറ അതല്ലേ സുനുവിന്റെ മുഖത്തുണ്ട് എന്റെ ചിക്കൻ കറി കൊള്ളാതെ. ബാബാ നമുക്ക് കഴിക്കാം. കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ട് അല്ലേ സുനു? കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ട്. സോന് പരിപ്പൂടാക്കി തോന്നിട്ടുള്ളത്. വേണ്ട ഒരുപാട് കഴിച്ച തടിയൊന്നും. ഞാൻ നിങ്ങളെ കാര്യം ജെന്യൂൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയും. കൊള്ളാക്കി കൊള്ളാന്ന് പറയും. എന്താണ് ഓക്കെ കേസ്. അപ്പൊ കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം. എവിടെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചെവിടെ? കാണുമ്പോ തന്നെ അറിയാം ഗൈസ് നല്ലൊരു കിടലൻ ചിക്കൻ കറിയാണെന്ന്.
ഞാൻ എന്റെ ഡിഫറെന്റ് ആണ് വെച്ചപ്പോ ഈ പറയണം. അത് പറയും, കഴിച്ചിട്ട് പറയും, പോലെ തന്നെ പറയും. അല്ല ബേബി, നിങ്ങൾ വേറെ ടൈപ്പാ വെച്ച, ഞാൻ വേറെ ടൈപ്പാ. നമ്മളെ മസാല തന്നെ ഡിഫറെന്റ് ആയിരുന്നു രണ്ടുപേരും. ചിക്കൻ വിൻസെറ്റ് എന്റെ ഫേവറേറ്റ്, അത് എനിക്കാട്ടോ. നിനക്ക് ഇഷ്ടമാണോ അത്? എനിക്കിഷ്ടം. എനിക്കും. സോന കഴിക്കല്ലേ? എടുത്ത് കയറ്റി. ഭയങ്കര വിശപ്പ്, അതുകൊണ്ട് ഞാൻ കൊറേ ചോറെടുത്തു. ഒരുപാട് തിന്നിട്ട് കാര്യമില്ല. എന്നിട്ട് നമ്മൾ ഇതിന് എന്താ പറയുന്നത്? ഡയറ്റ്. അല്ല, ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ പട്ടിണി കിടക്കലോ ഇതല്ല. നമ്മ ഫസ്റ്റ് നമ്മുടെ ബോഡിയുടെ പറയാ, നമ്മ ഫുഡ് ഡയറ്റ് ചെയ്യണേണ്, ഫുഡ് കുറക്കുക, ഫുഡ്. അപ്പൊ ആദ്യത്തെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ കറക്റ്റ് ടൈമിലാക്കുക, കറക്റ്റ് ഫുഡ് കഴിക്കുക. എനക്കും ബേബിക്കാ. അല്ല, എനിക്ക് എനിക്ക് ഇത്തിരി മതി. എന്റെ ബോഡിനോട് ഞാൻ പറയണേ, നമ്മൾ ഇച്ചിരി ഇത്തിരി കഴിക്കണം. അപ്പൊ എന്റെ ബോഡി എന്നെ ഇപ്പൊ വഴക്ക് പറഞ്ഞു, മര്യാദക്ക് തിന്നോ, നാളെ തുടങ്ങി ഇച്ചിരി കുറക്കുന്നു പറഞ്ഞു. എന്താ വെച്ചാല് ഭയങ്കര വിശപ്പ്. ഈ തുമ്മി വയ്യാതായതാണെന്ന് പറഞ്ഞോടാ, ഭയങ്കര ഇങ്ങനെ വയറിട്ട് ഇങ്ങനെ ആവണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പൊ തിന്നാന്ന് വിചാരിച്ചു. കുറെ പിന്നെ ഇനി കഥയൊക്കെ പറയണ്ട, ഇവിടെ ഫുള്ള് എന്റെ പല്ലിട്ടുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, കറി ഈയിടെയായിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ടുള്ള വ്ളോഗ്സ് ആണ് കൂടുതൽ അല്ലെ. 2 പ്രാവശ്യം അടുപ്പിച്ച് ചിക്കൻ കറിയുടെ അടിപൊളി. ഒന്ന് നിങ്ങളെ ഭക്ഷണം, ഒന്ന് എന്റെ ഭക്ഷണം. വായി വെച്ചിട്ട് ബേബി വാസ് ലൈക്ക് എന്തിനു കൊള്ളായത്. ആ ചോറുണ്ടെങ്കിൽ കൺസിഡർ ആക്കണം. ഈ ചമ്മച്ചവിയല്ലാത്ത ചോറാണ്. മറ്റേ പച്ചരി ചോറല്ലേ? കറി മാത്രം കഴിച്ചു. ഓക്കെ, പറഞ്ഞോ. എനിക്ക് അച്ചാറാണ്, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ അടിപൊളി, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം. ഇത് ശരിയാ, ഞാൻ അന്ന് വെച്ച വേറൊരു സ്റ്റൈലാണ്, ഇതിന്റെ ഒരു ടേസ്റ്റ് വേറൊരു സ്റ്റൈലാണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ തന്നെയാണ് അടിപൊളി. ഒരു ഇതില്ല ഇല്ലാതെ പറയാം. ഈ ചോറിന്റെ അടുത്ത് വേണം കഴിക്കാൻ, ആ ചോറിന്റെ അടുത്തല്ല. ഇത് ശരിക്കും പുട്ടിനൊപ്പം അടിപൊളി, പുട്ടും കറിയും. സൈഗു വന്നിട്ടില്ല, ബാസ്കറ്റ് ബോൾ ഉണ്ടാവണേ. 5 o'clock ആവും വരുമ്പോ. നിന്നെ ഞാൻ സോണിന്റെ അടുത്ത് ക്യാമറ അടിക്കാൻ ഞാൻ വിചാരിച്ചു നീയാണ്. എനിക്കിഷ്ടായിട്ടാ, നല്ലുണ്ട്. ഈ ചോറിന്റെ അടുത്ത് വേണം കഴിക്കാൻ. ഒരു വായ തരട്ടെ, ഒരു വായ ചോറ്. ഇതാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ. മറ്റു ചോറ് കാണുമ്പോ തന്നെ ഒരു ചമ്മഞ്ചവില്ല. അങ്ങനെ ഇങ്ങനെ കഴിക്കും. ചോറാ ഇഷ്ടം. സോനു പറ. സോനുന്റെ ഊഴം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും എരിവരായിരിക്കാൻ അധികം ചാറിട്ടില്ല ഞാൻ. ഇതെന്റെ തല മുട്ടത്തല പോലെ ടൈം എടുക്കും പറയാൻ. കറക്റ്റ് ഫുഡ് ഇൻസ്പെക്ഷൻ പോലെ. ഇനി ഇറച്ചിയും കൂടെ വെച്ച് നോക്കണം. ഈ ചോറ് വേണോ നിനക്ക്? പിന്നെ എനിക്ക് വല്ല മനസ്സ് തോന്നിയത് വേണമെങ്കിൽ അതും കൂടെ തിന്നെ ഞാൻ. അതും കൂടി ഇത് തിന്നിട്ട് അത് നിനക്ക് വിശപ്പ് തോന്നുന്ന മുമ്പ് നീ കഴിക്കണം, അല്ലെങ്കിൽ പ്രശ്നമല്ലേ. അല്ലെ കൊറേ കഴിച്ചു കൊള്ളാം. പക്ഷെ എരിവ് സുനിന് എരിയണുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴല്ല. അത് സുനു കൊറേ ഗ്രേവി എടുക്കും. ഗ്രേവി ഇഷ്ടമാണ്, ഭയങ്കര ഇങ്ങനെ വെള്ളം പോലെ ഒഴിക്കും. മനസ്സിലായോ? കൊള്ളാം. അത് ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട്. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോഴേക്ക് എനിക്ക് അടുത്തുള്ള സലൂണിൽ നിന്ന് കോള് വന്നു. ഞാനൊരു 3-4 ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണേ. ഞാൻ വിളിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോണ ടൈമിലൊക്കെ സലൂണിൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം മലേഷ്യയിൽ പോണതിന് മുമ്പ് ഞാൻ താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത, പിന്നെ ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോള് വന്ന് അവിടെ ഫ്രീ ആയി പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം ഒന്ന് ഷേപ്പൊക്കെ ചെയ്ത് താടി മീശ മുടി തൊട്ടില്ല കേട്ടോ, മുടി ഇപ്പോഴും തൊടില്ല, മുടി കുറച്ചും കൂടെ ഒന്ന് വളരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കണേ. ഒരു ഡിഫറെന്റ് സ്റ്റൈല് ബാക്കൊക്കെ ഒന്ന് വളർത്തിയിട്ട് വേറെ ടൈപ്പ് കുറച്ചാൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽ അടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നിർത്തിയേക്കണേന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് നാളെ ബാംഗ്ലൂർ പോകാനുണ്ട് ബിസിനസ് ആവശ്യത്തിന്. ഞാൻ ചെമ്മും കൂടെ ബാംഗ്ലൂർ പോകും. ഇപ്പൊ ബാംഗ്ലൂർ പോണതിന് മുമ്പ് എനിക്ക് മേളിലേക്ക് കയറിയിട്ട് ഒന്ന് ചെടി, ഞാനില്ലെങ്കിലും ഇവിടെ പശു മെയിൻറ്റെയിൻ ചെയ്യും. പശുവാണ് ഇവിടെ ആയിട്ട് ചെടികളൊക്കെ നനക്കാറുണ്ട്, മേളിലത്തെ ചെടികളൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച് പോണതിന് മുമ്പ് എന്നാലും ഞാനൊന്ന് ജസ്റ്റ് കയറി നനച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് കയറിയാണ്. അതുകൂടാണ്ട് അതും കൂടെ കാണിച്ചത്. അതുകൂടാണ്ട് പശു കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടാവും ഞാൻ കുറച്ച് മണി പ്ലാന്റും അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായി അവസ്ഥ എന്ന് കാണിച്ചു തരാം. അതല്ലേ സംഭവം ഏതാണ്ട് പിടിച്ചിട്ടുണ്ട്, എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉഷാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആവും. ഇതാണ്ട് ഇതൊക്കെ ഒന്ന് മുളച്ച് ഇത് നല്ല രസമായിരിക്കും കേട്ടോ. ഇത് ഭയങ്കര ഒരു കടലാസ് പോലെ ഇരിക്കും. ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹാങ് ആയി കിടക്കും. അത് നല്ലൊരു ഹാങ്ങിങ് പോട്ട്സിൽ വേണം അത് സെറ്റ് ചെയ്ത് വെക്കാൻ എല്ലാം. ഞാൻ പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ചെറിയ ചെറിയ പോട്ട്സിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വീട്ടിലെ ബൊഗൻവില്ല എങ്ങനെ ആയി നോക്കിയേ, ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയാ മാഷാഅല്ലാ. ഉണ്ടല്ലേ ഏറ്റവും ടോപ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെ ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായി കിടക്കാൻ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ. എന്നിട്ട് അവിടെ ആ ഗ്യാപ്പിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക, അടിപൊളിയായിരിക്കും. ഉണ്ടല്ലേ താഴെ വരെ അത് ഈ ലെയറൊക്കെ പിടിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. ഇനി വീടിന്റെ ആ ഫ്രണ്ടിലത്തെ ഏരിയ മൊത്തം ഇങ്ങനെ പിടിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ ആഗ്രഹം പോലെ തന്നെ ഇവിടം വരെ എത്തി സംഭവം. മാഷാഅല്ലാ ഇവിടം വരെ എത്തി. ഓക്കെ അപ്പൊ നമുക്കിനി മൊത്തം ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനക്കാം. അതിന്റെ ടാപ്പുള്ളത് ഈ ഒരു സൈഡിലാണ്. അതേപോലെ തന്നെ ഈ ഒരു മോൺസ്റ്റർ ഇതിപ്പോ എത്ര വർഷമായെന്ന് അറിയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 വർഷമെങ്കിലായി ഈ മോൺസ്റ്റർ എന്റെ കയ്യിലുള്ളത്. അതിപ്പോ വലുതായി ഇത്രയും ആയി. പിന്നെ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ വളമൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തീർന്നു നോക്കി. അത് എന്തോരം പൊക്കുമ്പോൾ അവിടം വരെ പോയി. ഇടക്കിടക്ക് ഞാൻ ഇതിന്റെ താഴത്തുള്ള ലീഫൊക്കെ ഇങ്ങനെ നല്ല എന്താ പറയാ ഒരുപാട് ഏജ് ആകുമ്പോഴത്തേക്ക് ഞാൻ താഴത്തുള്ള ലീഫൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാറ്. അപ്പൊ പുതിയതായി മേളിലേക്ക് ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് ഈ ഒരു വാഷ് ബേസിന്റെ അവിടെ ആയിട്ട് ഇതിങ്ങനെ ഉള്ളത്. ഓക്കെ ഞാനിപ്പോ ടാപ്പ് തുറന്നിട്ട് ഓരോന്നോരോന്ന് നനച്ചു തുടങ്ങാം. ഗൈസ് അങ്ങനെ അവിടെ ചെടിക്കൊക്കെ വെള്ളം നനച്ച് കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ വീടിന്റെ ഇപ്പുറ സൈഡില് വേറൊരു റൂമുണ്ട്. ആ റൂമിനൊരു ബാൽക്കണി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ അധികം നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെയും ഞാനൊരു 4 പ്ലാന്റ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും നനക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെ. ഉണ്ടല്ലേ ഇവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് ഒരു 2 എണ്ണം ഈ ഒരു ബാൽക്കണിയിൽ ഞാൻ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കോർണറിൽ ഈ ഒരു പ്ലാന്റും വെച്ചിട്ടുണ്ട്. നൈസ് ബാൽക്കണി ഉണ്ടത്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ റോഡിലേക്കുള്ള നല്ല വ്യൂ ആണ്. ഓക്കെ അപ്പൊ ഇതും കൂടെ നനച്ചിട്ട് വേണം പോവാൻ താഴത്തേക്ക് പോവാൻ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക, അതായിരിക്കും നല്ലത്. അത്യാവശ്യം നല്ല ലെങ്ത് ആയി ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചിലപ്പോൾ നാളെ ഞാൻ ബാംഗ്ലൂർ പോകണമെങ്കിൽ ഞാനും ചെമ്മുകൂടെയാണ് പോകുന്നത്, ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. ചിലപ്പോൾ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. പക്ഷേ ബാംഗ്ലൂർ പോണ വ്ളോഗ്സ് ഒക്കെ ഒരുപാട് മുമ്പിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ ഷുവറായിട്ട് വ്ളോഗ് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.